ക്രിസ്ത്യാനോ റൊണാൾഡോ നിസ്സംശയമായും കളികളിലെ ഇതിഹാസങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ആരാധകർ അദ്ദേഹത്തെ പലപ്പോഴും ഗോട്ട് എന്നാണ് വിളിക്കാറുള്ളത്. അദ്ദേഹത്തിന് മറ്റ് നിരവധി പേരുകളുമുണ്ട്. ഇതിഹാസം. 4 വ്യത്യസ്ത രാജ്യങ്ങളിൽ കളിച്ചിട്ടുള്ള റൊണാൾഡോ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച വർഷങ്ങൾ റയൽ മാഡ്രിഡിനൊപ്പം ചെലവഴിച്ച സ്പെയിനിലായിരുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എൽ ബിച്ചോ എന്നാണ് അവർ വിളിച്ചിരുന്നത്. എന്നാൽ വിളിപ്പേര് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. അതിന്റെ ഉത്തരമാണിന്ന്. റൊണാൾഡോ ഏകദേശം 10 വർഷം സ്പെയിനിൽ ചെലവഴിച്ചു. 438 മത്സരങ്ങളിൽ നിന്നും 451 തവണ ഗോൾ നേടി. ഒരു മത്സരത്തിൽ 1 ഗോൾ കൂടുതൽ ശരാശരി. അദ്ദേഹം തന്റെ മികച്ച കൊടുമുടിയിലായിരുന്നു ഒന്ന്. തുടർന്ന് 4 തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും 4 തവണ ബാലൻ ഡിയോറും നേടി. നിരവധി റെക്കോർഡുകളും അദ്ദേഹം തകർത്തു. ക്ലബിന്റെ എക്കാലത്തെ മികച്ച ഗോൾ സ്കോററാണ് അദ്ദേഹം. കൂടാതെ റയൽ മാഡ്രിഡ് ചരിത്രത്തിൽ ഒരു സീസണിൽ 60-ൽ കൂടുതൽ ഗോളുകൾ നേടിയ ഏക കളിക്കാരനുമാണ് അദ്ദേഹം. സ്പാനിഷ് കമന്റേറ്റർമാർക്കിടയിൽ റൊണാൾഡോ ഒരു രോഷാകുലനായിരുന്നു. അദ്ദേഹത്തിന്റെ ഗോളുകൾക്ക് ശേഷം വിശദവും ആഹ്ലാദകരവുമായ കമന്ററി ഉണ്ടാകും. അത്തരമൊരു മത്സരത്തിനിടെ ലാ ലീഗിലെ തന്റെ ആദ്യകാല റേഡിയോ കമന്ററിക്കിടെ സ്പാനിഷ് സ്പോർട്സ് കമന്ററർ മാനോളം മാലോ എൽബിച്ചോ എന്ന പദം ഉപയോഗിച്ചു. ഇതിനർത്ഥം സ്പാനിഷിൽ എതിർ പ്രതിരോധക്കാരെ ഭയപ്പെടുത്താനും വിഴുങ്ങാനും ഇതിന് കഴിയും എന്നാണ്. റൊണാൾഡോയുടെ അവിശ്വസനീയമായ ഡ്രിബ്ലിംഗ് കഴിവുകളും ബുദ്ധിമുട്ടുള്ള കോണുകളിൽ നിന്നുള്ള പൊസിഷനുകളിൽ നിന്ന് ഫിനിഷ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുന്നവരിൽ ഒരാളാക്കി മാറ്റി. റൊണാൾഡോയുടെ ഒരു പ്രധാന നീക്കമാണ് അത് പ്രതിരോധക്കാർക്ക് ഒരു പേടി സ്വപ്നവുമായി തീർന്നു. അദ്ദേഹത്തിന്റെ കളി മാറിയിട്ടുണ്ടെങ്കിലും വേഗത കുറയുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും അദ്ദേഹം കാണിച്ചിട്ടില്ല. 2021-22 എല്ലാ മത്സരങ്ങളിലും 24 പോയിന്റുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടോപ്പ് സ്കോററായിരുന്നു അദ്ദേഹം. ക്രിസ്ത്യാനോയ്ക്ക് മറ്റ് ഏതൊക്കെ വിളിപ്പേരുകളുമാണ് ഉള്ളതെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. എൽബിച്ചോ ഒഴികെയുള്ള മറ്റ് നിരവധി പേരുകൾ റൊണാൾഡോയ്ക്കുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലായിരുന്ന കാലം മുതൽ അദ്ദേഹം CR7 എന്നറിയപ്പെട്ടിരുന്നു. കൂടാതെ ഫുട്ബോൾ കളിക്കാരിൽ ആ വിളിപ്പേരിന് ചുറ്റും ഒരു ആഗോള ബ്രാൻഡ് കെട്ടിപ്പടുക്കാൻ തുടങ്ങുകയും ചെയ്തു. CR7 എന്ന വിപുലമായ ആക്സസറികൾ, വസ്ത്രങ്ങൾ, ഹോട്ടലുകൾ എന്നിവ അദ്ദേഹത്തിനുണ്ട്. ഫുട്ബോൾ ബൂട്ടുകൾ, പന്തുകൾ, പരിശീലന ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ CR7 ഉൽപ്പന്നങ്ങളുടെ സ്വന്തം ശ്രേണി പോലും അദ്ദേഹത്തിനുണ്ട്. 2013-ൽ അദ്ദേഹത്തിന്റെ ജന്മനാടായ മദീരയിലെ ഫഞ്ചലിൽ ഒരു മ്യൂസിയം തുറന്നു. അത് മ്യൂസിയോ CR7 എന്നാണ് അറിയപ്പെടുന്നത്. കോസ്മോസ് റെഡ്ഷിഫ്റ്റ് 7 അല്ലെങ്കിൽ ഗാലക്സി CR7 എന്നറിയപ്പെടുന്ന ഗാലക്സി റൊണാൾഡോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നാണ് പലർക്കും ഇപ്പോഴും അറിയില്ല. യൂറോപ്യൻ മത്സരത്തിലെ മികച്ച റെക്കോർഡ് കാരണം റൊണാൾഡോ മിസ്റ്റർ ചാമ്പ്യൻസ് ലീഗ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ 140 ഗോളുകൾ ഇപ്പോഴുണ്ട്. 5 തവണ ടൂർണമെന്റ് നേടിയിട്ടുമുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അടുത്ത സുഹൃത്തുക്കൾക്കുമിടയിൽ അദ്ദേഹം റോണി അല്ലെങ്കിൽ ക്രിസ് എന്നും അറിയപ്പെടുന്നുണ്ട്.